നമ്മൾ മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ അകത്ത് പലപ്പോഴും കയറിക്കൂടുന്ന രണ്ട് ഭീകരന്മാരായിട്ടുള്ള പാരസൈറ്റുകൾ, ഒന്ന് ലോവ അല്ലെങ്കിൽ ഐവം എന്നും പറയും. ഇവന്മാർ കയറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ തൊലിന്റെ അടിയിലൂടെ ഇവന്മാർ ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് ഇവരുടെ നമ്മുടെ കണ്ണിന്റെ ഈ ഒരു കൃഷ്ണമണിന്റെ ഒരു വെള്ള ഭാഗത്തൊക്കെ ഇത് സ്ക്ലാർ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയകളൊക്കെ നമുക്ക് ഇങ്ങനെ അനങ്ങുന്നതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവന്മാരാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് വിസിബിൾ ആവുക ഇവിടെയാണ്. ഏറ്റവും കൂടുതലായിട്ട് ഡിയർ ഫ്ലൈസ് എന്നാണ് ഒരു ട്രാൻസ്മിറ്റ് ആവുന്നത്. സെൻട്രൽ ആഫ്രിക്കയിലാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. രണ്ട് എക്കിനോകോക്കസ് എന്ന് പറഞ്ഞ ടാപ്പുവുമാണ്. ഇവന്മാർ നമ്മുടെ ശരീരത്തിലോട്ട് കയറിക്കൂടിയ നമ്മളെ ലങ്സ്, ലിവർ, പിന്നെ പ്രധാനമായിട്ട് നമ്മളെ തലച്ചോറിലൊക്കെ ഒരുപാട് അറകൾ ഉണ്ടാക്കും. അത് തുരന്നുകൊണ്ട് ഒരുപാട് അറകൾ, ഒരുപാട് കാവിറ്റീസും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഡേ ബൈ ഡേ അതിൽ ഒരുപാട് ഫ്ലൂയിഡ്സും ഇങ്ങനെയൊക്കെ ഫില്ലാവും. അതായത് ഒരുപാട് അറകളും ഇങ്ങനെയൊക്കെ അത്തരത്തിൽ ഇതിന്റെ രസകരമായിട്ടുള്ള വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ വർഷങ്ങളോ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിൽ സൈലന്റ് കില്ലേഴ്സ് ആണ്. അതിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എന്നാണെങ്കിലും അതിൽ സൈലന്റ്ലി ആണ് അവന്മാർ നമ്മളെ കൊല്ലുക. എന്നാണെങ്കിലും പിന്നീട് ഈ ഒരു ക്യാവിറ്റിയിൽ ഫ്ലൂയിഡുകളൊക്കെ ഫില്ലായി എടുക്കുമല്ലോ, പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇത് ബ്ലാസ്റ്റ് ആവുകയാണ് ചെയ്യുക. അത് ആ ഒരു ഷോക്കിൽ പിന്നീട് നമ്മൾ മരിച്ചു പോവുകയാണ് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ട് ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സ് എന്നും പിന്നെ എന്താ പറയുക ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഫുഡ് എന്നൊക്കെയാണ് വരുന്നത്.